2 ദിവസം ഞാൻ ഇടയ്ക്കാറ്റിലായതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും എഴുന്നേറ്റ് രാവിലെ അടുക്കളയിൽ വന്ന് കുറച്ചു നേരം ബ്ലിങ്ക്ലസ്യാന്നും പറഞ്ഞു നിന്ന് കേട്ടോ. ഫ്രിഡ്ജ് തുറന്നപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ദോശമാവ് എടുത്ത് ദോശ ചുട്ടിട്ട് നമുക്ക് ചമ്മന്തി ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതാവുമ്പോൾ എളുപ്പം പണി കഴിയും. ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ട് അത് അതുപോലെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് കയറ്റി അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ അടുക്കളയിൽ മൊത്തം ഒന്ന് പരിമളം പടക്കാൻ വേണ്ടിയിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ചു. എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അങ്ങ് എടുത്ത് അതിങ്ങനെ കാവൽ നിന്ന് കേട്ടോ നിറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം നേരെ അടുപ്പത്തോട്ട് വെച്ച് അതിൽ കുറച്ച് ജീരകവും കൂടി ഇട്ട് കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിലും ജീരകവെള്ളം തന്നെയാണ് തിളപ്പിക്കാറുള്ളത്. എന്നിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കതക് തുറന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടൻ കാവലായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ ആഴ്ചത്തേക്ക് അരച്ച് വെക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. നന്നാക്കാൻ വേണ്ടി എടുത്തു വെച്ചതിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഒരുക്കി അങ്ങ് എടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ പേസ്റ്റ് പോലെ അങ്ങ് അരച്ച് എടുത്തു കേട്ടോ. കടുക് വറക്കുന്ന സ്വഭാവം ഇവിടെ ഇല്ല, കാരണം കടുക് വറക്കാതെയാണ് കേട്ടോ ഇതിന് ഇത്രയും ടേസ്റ്റ് കിട്ടുന്നത്. അത് അങ്ങനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നേരെ അങ്ങ് ദോശയെല്ലാം അങ്ങ് ചുട്ടു വെക്കുകയാണ് കേട്ടോ. സാധാരണ ഈ വീട്ടിൽ ചായ ഇടാറില്ല, പക്ഷെ ഇന്ന് തൊണ്ട വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചായ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ലൊരു ചായ അങ്ങ് റെഡിയാക്കുകയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ചായയാണോ ഇത്രയും ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അളവിന് ചായ ഇടാൻ അറിയത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ദാണ്ട് ഒരു കലം ചായ ഇട്ടിട്ട് അത് നന്നായിട്ട് അരിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ചായ തണുക്കുന്നതിന് മുമ്പ് വേഗം വന്ന് കഴിച്ചോളാൻ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേന് ഏട്ടൻ കഴിക്കാൻ വന്നിട്ട് സ്നേഹത്തോട് ഒരു വാദം തന്നപ്പോൾ എനിക്ക് രാവിലെ മഞ്ഞപ്പൊടി വെള്ളം കുടിക്കാതെ ഒന്നും കഴിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് നിരസിച്ചു. എന്നിട്ട് മുറ്റം തൂക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേന് മുറ്റം നല്ല പൂങ്കാവനം പോലെ അലമ്പി കിടക്കുകയായിരുന്നു കേട്ടോ. ഈ മരത്തിലൊക്കെ ഈ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്, ഈ മരത്തിലെല്ലാം ഓരോ കിളികൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ കിളികൾക്കുള്ള ആഹാരവും വെള്ളമൊക്കെയാണ് ഈ മരത്തിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മുറ്റം തൂക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേന് അപ്പുകുട്ടൻ, ആ പൂച്ചയെ നോക്കണ്ടായിരുന്നു, അവൾ അങ്ങനെ തന്നെയാണ്. അപ്പുകുട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് അമ്മ എൻ്റെ കൂടെ കേട്ട അമ്മ എന്ന് പറഞ്ഞ് പിന്നെ വിളി തുടങ്ങി. അമ്മ എന്തിനാ വരുന്നേ? ഈ വിളിച്ചത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.